നമ്മൾ എൻഫേസിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ എത്രത്തോളം വെർത്താണ് നമ്മുടെ ബ്രാൻഡും അതിൻ്റെ ആപ്ലിക്കേഷനും അതിലെന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മളൊരു ബേസിക്കലി ഒരു സോളാർ സിസ്റ്റം പ്ലസ് ഒരു ഹൈബ്രിഡ് ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാറ്ററി പ്ലസ് സോളാർ വെച്ചിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ആപ്പിൻ്റെ ഒരു ഫസ്റ്റ് പേജ് ഇൻ്റർഫേസ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് എനർജി അടിയിൽ ബോട്ടം നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് സ്റ്റാറ്റസ് കാണാം, എനർജി കാണാം, അറേ കാണാം, മെനു കാണാം. ഓക്കെ, എല്ലാം ഭയങ്കര ഈസി ആയിട്ടാണ്, ഭയങ്കര ഈസി ആയിട്ട് എല്ലാ ഫസ്റ്റ് പേജ് നമുക്ക് അറിയാൻ പറ്റും. ആസ് ഓഫ് നൗ നമുക്ക് ഇത് സിസ്റ്റം നോർമലാണെന്നും KSEB ഓൺ ഗ്രിഡിലാണെന്നുമാണ് കാണിക്കുന്നത്. ഇത് കറണ്ട് പോയിട്ടില്ല, അവിടെ കറണ്ട് ഉണ്ടെന്നാണ് നമുക്ക് ഈ ആപ്പ് നോക്കി അറിയുന്നത്. അവിടുത്തെ വെതർ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലൈവ് സ്റ്റാറ്റസ്, നമുക്ക് ഈ ലൈവ് സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ എന്ത് നടക്കുന്നു, ആ ഒരു ഇൻസ്റ്റൻറ്റിൽ, ആ ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇപ്പോൾ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, കൺസപ്ഷൻ 5.5 കിലോവാട്ട് ഇമ്പോർട്ട് ചെയ്താണ് ഈ ഒരു ടൈമിൽ. ഇപ്പോൾ 12 മണിയായി, പുലർച്ചെ 12 മണി, അപ്പോൾ സൺലൈറ്റ് ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൊഡ്യൂസ് ചെയ്യണില്ല, ബാറ്ററി ഐഡിയലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട് എന്ന് ഇവിടെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. 75% ബാറ്ററി ഉണ്ട്. ഇതിൽ സെറ്റ് ചെയ്തേക്കണത്, ഇതിലിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തേക്കണത് സെൽഫ് കൺസപ്ഷൻ. അതായത് 3 മോഡാണ് ആക്ച്വലി ഈ ഒരു സോളാറിലെ ഹൈബ്രിഡിൽ നമുക്ക് എൻഫേസിൽ നമുക്ക് തരുന്ന 3 മോഡുകളാണ് വരുന്നത്. ഒന്ന് സെൽഫ് കൺസപ്ഷൻ, ഒന്ന് സേവിങ്സ്, ഒന്ന് ഫുൾ ബാക്കപ്പ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബാക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് അത്രയും എസെൻഷ്യലാണ്. നമുക്ക് നമ്മുടെ ഫുൾ ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്കിവിടെ ഫുൾ ബാക്കപ്പ് മോഡ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് പോകുമ്പോൾ മാത്രം, അതായത് സൺലൈറ്റ് പോയി കറണ്ട് പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ 100% ബാറ്ററി നമുക്ക് അതിന്ന് റിസർവായിട്ട് കറണ്ട് പോകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഫുൾ ബാക്കപ്പ് മോഡ് എന്ന് പറയുന്നത്. അടുത്ത സെൽഫ് കൺസപ്ഷൻ മോഡ്, ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു മോഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം എത്ര ശതമാനം നമുക്ക് റിസർവ് വേണം, അതായത് കറണ്ട് പോണ സമയത്ത് നമുക്ക് എത്ര ശതമാനം വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 75% ഈ ഒരു പ്ലാന്റിൽ കൺസ്യൂമർ, ഇത് കൺസ്യൂമർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൺസ്യൂമറുടെ ഇൻ്റർഫേസ് ആണ്, കൺസ്യൂമർക്ക് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ശതമാനം എനിക്ക് കറണ്ട് പോയാൽ വേണം എന്നുള്ളത് ഇതിൽ നമുക്ക് 75% എനിക്ക് കറണ്ട് പോയാൽ ബാക്കപ്പിനായിട്ട് വേണം എന്നുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വേരി ചെയ്യാം. ബാക്കി 25% എന്ന് പറയുന്നത് സൺലൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പീക്ക് അവേഴ്സാണ് വരുന്നത്. അപ്പോൾ പീക്ക് അവേഴ്സിൽ എനിക്ക് 25% ബാറ്ററി ഡിസ്ചാർജ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം. നമ്മുടെ ബാക്കപ്പ് പവർ എന്താണ് വേണ്ടതെന്നുള്ളതാണ്. ഈ സേവിങ്സ് മോഡ് ഇത് തന്നെയാണ്. സേവിങ്സ് മോഡിൽ നമുക്ക് പീക്ക് അവറിലേക്ക് മാത്രമായിട്ട് നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇതാണ് ഇവിടെ വരുന്ന 3 മോഡ്. വളരെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പിൽ കസ്റ്റമർക്ക് തന്നെ അത് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആപ്പിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു മാത്രം. നോർമലി എല്ലാവരും സെൽഫ് കൺസപ്ഷൻ മോഡിലിടാം. നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഫംഗ്ഷൻ വരുന്ന സമയത്ത്, വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാക്കപ്പ് പവർ കൂടുതൽ ഗസ്റ്റ് ഉള്ള സമയത്തൊക്കെ നമുക്ക് ബാക്കപ്പ് പവർ വേണ്ട സമയത്ത് ജസ്റ്റ് സിമ്പിളായിട്ട് ഇത് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഫുൾ ബാക്കപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മോഡുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കിലോട്ട് പോവാം. സ്റ്റാറ്റസിൽ തന്നെ വരാം. ഈ സ്റ്റാറ്റസിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്കിവിടെ എത്ര നമ്മൾ ആസ് ഓഫ് നൗ നമ്മൾ KSEBന്ന് ഇമ്പോർട്ട് ചെയ്തു, എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, എത്ര കിലോ വാട്ട് നമ്മൾ സോളാറിൽ പ്രൊഡ്യൂസ് ചെയ്തു, എത്ര കിലോ വാട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, എത്ര കിലോ വാട്ട് നമ്മൾ ഉപയോഗിച്ചു, എത്ര കിലോ വാട്ട് നമ്മൾ ചാർജ് ചെയ്തു, എത്ര കിലോ വാട്ട് അവർ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തു, എത്ര കിലോ വാട്ട് അവർ നമുക്ക് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ വേറെ ഒരു ആപ്ലിക്കേഷനിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഡാറ്റ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഉള്ളത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ചലഞ്ചായിട്ട് വരാമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് കൺസ്യൂമർ എത്ര ഉപയോഗിക്കുന്നു, ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കുന്നു, എന്തൊക്കെ പ്രൊഡക്ഷൻ, എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്തു, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഡാറ്റ. നോർമലി എല്ലാ സോളാർ കമ്പനികളുടെയും ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാറ്ററി ഉള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് അങ്ങനെയുള്ള വാല്യൂസിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കൺസ്യൂമർ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ വാല്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ വളരെ വളരെ തോൽവികളാണ് പല കേസുകളിൽ. അപ്പോൾ പല ബ്രാൻഡുകളിലും അതൊന്നും ക്ലിയർ അല്ല. നമുക്ക് കൺസ്യൂമർ എന്നുള്ള രീതിയിൽ, അത് നമ്മൾ സോളാർ വെച്ച ഒരു നോർമൽ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത് നമുക്ക് എനർജിയിലേക്ക് പോവാം.
എനർജിയിൽ എടുത്താൽ നമുക്ക് ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇത് ഇന്നത്തെ ഇപ്പോൾ October 21 എന്ന് പറഞ്ഞ ദിവസത്തെ, അതായത് ഇന്നത്തെ ഡേറ്റിലെ പ്രൊഡക്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു ഗ്രാഫ് രൂപം അതാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ സ്റ്റാമ്പിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത്, ഇമ്പോർട്ട് ചെയ്ത്, എക്സ്പോർട്ട് ചെയ്ത്, ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ജീൻ എഴുതിയത് കാണാൻ പറ്റും. ഈ ജീൻ എഴുതിയത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്ന സമയവും കറണ്ട് തിരിച്ചു വരുന്ന സമയവും. ഇപ്പോൾ ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കറണ്ട് പോയതിൻ്റെ പിന്നാലെ തന്നെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലാണ് ശരിക്കും ഓഫ് ഗ്രിഡ് വരിക, ഡാർക്ക് ഗ്രേ കളറിലാണ് ഗ്രിഡ് ഓൺ ഗ്രിഡ് വരിക. അപ്പോൾ ഇതിൽ കറക്റ്റ് നമുക്ക് എപ്പോഴൊക്കെ കറണ്ട് പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂംഡും ചാർജറും അതേപോലെ തന്നെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് സെപ്പറേറ്റ് കാണാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് ബാറ്ററി ചാർജായി. ഇതൊരു ഫുൾ ചാർജ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. രാത്രി ആയപ്പോൾ നമ്മൾ 75 ആണ് കൺസ്യൂമർ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് 75 വരെ താഴത്തേക്ക് വന്നു, ബേസിൽ പോയി 75 പോയി. 75 ആണ് ഇവിടുത്തെ ബേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് ഞാൻ വേറെ പ്ലാന്റുകളും കാണിച്ചു തരാം. അപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണത്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ്ഡ് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് പ്രൊഡ്യൂസ്ഡ്. ഈ ഇപ്പോൾ സൺലൈറ്റ് ഉള്ള സമയം നോക്കി കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മണി 6 മണി വരെ നമുക്ക് ജനറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫാണ് നമുക്ക് സോളാർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ ഉള്ളതാണ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഗ്രീൻ കളറിലുള്ളതാണ് താഴെ, ഈ ബേസ് ലൈനിൻ്റെ താഴേക്കുള്ളത് ചാർജിങ്ങും, അതിൻ്റെ ഈ ബേസ് ലൈനിൻ്റെ മുകളിലേക്കുള്ള ഗ്രീന് ഡിസ്ചാർജിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ പറഞ്ഞു 75, അതായത് 75 ആണ് നമ്മൾ കൊടുത്തേക്കണം. അപ്പോൾ ഡിസ്ചാർജ് ആവണത് ഇപ്പോൾ ഇവിടെ ഗ്രാഫിന് കറക്റ്റ് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും ടൈമിലാണ് ഡിസ്ചാർജ് നടന്നേക്കണം ബാറ്ററി. ബാക്കി കറണ്ട് പോകുന്ന സമയത്ത് മാത്രമേ ഡിസ്ചാർജ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും ടൈമിൽ അത് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അത് ബേസ് ലൈനിൻ്റെ മേലേക്കും ചാർജ് ആവണത് ഈ ടൈമിലാണ് ചാർജ് അയക്കണം. നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ടൈമിലാണ് ഇത് ചാർജ് അയക്കണം. അപ്പോൾ ഈ ടൈമാണ് ചാർജിങ് ടൈം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു അപ്ലിക്കേഷനും ഇല്ല എന്നുള്ളത് നമുക്കൊരു എന്താ പറയുക ചലഞ്ചായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇപ്പോൾ കൺസ്യൂം ചെയ്ത ഈ ഓറഞ്ച് കളറിലുള്ളതൊക്കെ കൺസ്യൂംഡ് ഡാറ്റയാണ്. ഈ ഗ്രേ കളറിലുള്ളത് ബേസ് ലൈനിൻ്റെ മേലേക്ക് നിൽക്കുന്നത് ഇമ്പോർട്ടും താഴേക്ക് നിൽക്കുന്നത് എക്സ്പോർട്ടുമാണ് ബേസ് ലൈനിൻ്റെ. അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് എല്ലാ ദിവസവും കാണാം, വീക്ക് ഡേ കാണാം, നമുക്ക് മന്ത്, ഇയർ, ലൈഫ് ടൈം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കസ്റ്റം എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമർ നമുക്കിപ്പോൾ KCB ബില്ല് തരുന്നത് കൃത്യമായിട്ട് റീഡിംഗ് ആണോ തരുന്നത്, കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റവും നമ്മുടെ ബില്ലും ഈക്വലൻ്റ് ആണോ എന്നുള്ളത് വേറെ ഒരു ബ്രാൻഡിലും പറ്റില്ല. അതൊക്കെയാണ് എൻഫേസിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി. പ്രൈസിന് വെർത്താണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ വെച്ചത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ നമുക്ക് പറ്റണം. പ്രൊഡക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ എത്ര ഉപയോഗിച്ചു എന്നുള്ളത് അറിയാൻ പറ്റില്ല. മീറ്ററിൽ വരുന്ന റീഡിങ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റം ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് റേഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബില്ലിംഗ് സൈക്കിൾ മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സൈക്കിൾ വൈസ് നോക്കിയിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മന്ത്ലി സൈക്കിൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഏത് മന്താണെന്നുണ്ടെങ്കിൽ അത് ആ സൈക്കിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ദിവസമാണ് ഫ്രീക്വൻസി, അത് സൈക്കിൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം 30 ദിവസത്തെ എൻ്റയർ ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഓരോ മാസം നമുക്ക് ഇതുപോലെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഓരോ മാസം വരുന്നതിൻ്റെ ടോട്ടൽ റീഡിങ് ഇതിവിടെ റീഡായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള റീഡിങ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈഫ് ടൈം എത്ര പ്രൊഡ്യൂസ് ചെയ്തു, കൺസ്യൂം ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ഡാറ്റ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇത് വരുന്നത്. ഇനി പലരും പറയുന്ന ഒരു കമൻറ്റാണ്, അതായത് നമ്മുടെ സോളാർ വെച്ചിട്ട് ഈ എൻഫേസ് വെച്ചിട്ട് പ്രൊഡക്ഷൻ കുറവാണെന്ന് പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം 15 കിലോവാട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ 15 കിലോവാട്ടിൽ നമുക്ക് 82 യൂണിറ്റ് നോക്കാം. നമുക്ക് 82 യൂണിറ്റ് ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോൾ ഏകദേശം 5.46 യൂണിറ്റ് പ്രൊഡക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ക്ലിപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. കറണ്ട് പോയ സമയങ്ങളൊക്കെ കൃത്യം നമുക്ക് കാണാം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് പ്രൊഡക്ഷനിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എൻഫേസിലൊന്നും ഒരു പ്രൊഡക്ഷനിലും ഇഷ്യൂസ് ഇല്ല. നമുക്ക് ഇൻഡിവിജ്വലി ഓരോ പാനൽ വൈസ് നമുക്ക് പ്രൊഡക്ഷൻ കാണാൻ പറ്റും. ഓരോ ദിവസത്തെ പ്രൊഡക്ഷൻ നമുക്ക് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു പാനലിൽ പ്രൊഡക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാം. ഞാനത് വേറെ പ്ലാനിൽ കാട്ടിത്തരാം എങ്ങനെയാണ് അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന പാനലുകൾ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ആയതിനാൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറവായാലും നമ്മൾ അറിയില്ല. ഇപ്പോഴത്തെ ടോപ്പ് കോൺ പാനലിൽ 6 യൂണിറ്റ് ഒക്കെ വരെ കിട്ടുന്ന യൂണിറ്റുകളുണ്ട്. 6 യൂണിറ്റ്
നോർമലി എല്ലാ ഇൻസ്റ്റാളേഴ്സും പറയുന്നതാണ് ആവറേജ് 4 യൂണിറ്റേ കിട്ടുള്ളൂ എന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുവിധമുള്ള പ്ലാന്റിൽ 5.5 യൂണിറ്റ് 6 യൂണിറ്റ് ഒക്കെ നല്ല സൺലൈറ്റ് ഉള്ളപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ വരുന്ന പ്ലാന്റുകളിൽ സൺലൈറ്റ് കുറഞ്ഞാലും മീൻസ് എന്താ പറയുക, ഒരു പാനലിൻ്റെ പ്രൊഡക്ഷൻ ഹാഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ജംഗ്ഷനിൽ കംപ്ലൈൻറ്റ് വരുന്നതൊക്കെ നോർമലാണ്. ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ് പാനലുകളും ജംഗ്ഷൻ ഇഷ്യൂസ് വരാറുണ്ട്, ജംഗ്ഷനിൽ ഡയോഡ് ഇഷ്യൂസ് വരാറുണ്ട്, ജംഗ്ഷൻ സോൾഡറിങ് ഇഷ്യൂസ് ഒക്കെ നോർമലി വരാറുണ്ട്. പാനലിന് അങ്ങനെ കംപ്ലൈൻറ്റ്സ് അധികം കാണാറില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഹാഫ് പ്രൊഡക്ഷനൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് സ്ട്രിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കൃത്യമായിട്ട് കുറവാണ്. ഞാനിതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനത് കൃത്യമായിട്ട് അത് ടെസ്റ്റ് ചെയ്ത് കാണിച്ച് തരുന്നിട്ട് വീഡിയോ എൻഫേസിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതും മറ്റേത് കാണുന്ന വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് ഇടാം, നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ഓരോ പാനലിൻ്റെ പ്രൊഡക്ഷൻ കിട്ടിയാലാണ് നമുക്ക് നല്ല ജനറേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാനലിന് ജനറേഷൻ കുറവുണ്ടെങ്കിൽ നമ്മൾ അറിയ പോലും ഇല്ല പലപ്പോഴും. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ പ്രൊഡക്ഷൻ കാണാം, ലൈഫ് ടൈം. ഇനി അടുത്തതാണ് മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണാം. ഇൻ്റർനെറ്റ് എങ്ങനെ കണക്ട് ചെയ്തേക്കണേ, നമുക്ക് വൈഫൈയിലാണോ, ഇതിന് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ കൺട്രോളറിൽ നമുക്ക് സെൽ മോഡ് ഉണ്ട്. 5 വർഷത്തേക്ക് ഇൻ്റർനെറ്റ് പാക്കോട് കൂടിയിട്ടാണ് സെൽ മോഡം വരുന്നത്. അപ്പോൾ ആ സെൽ മോഡ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ പ്ലാന്റിനും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് ഇൻ്റർനെറ്റ് കേബിൾ വഴിയാണ് കണക്ടിവിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ആരാണ് ഇൻസ്റ്റാളർ ഡീറ്റെയിൽസും സപ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ സപ്പോർട്ട് തരാൻ 100% ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമുക്ക് സൈറ്റ് ഡീറ്റെയിൽസിൽ വരുന്നത്. അടുത്ത് നമുക്ക് റിപ്പോർട്ട്, നമുക്ക് എന്ത് മന്ത്ലി റിപ്പോർട്ട്, ഏത് രീതിയിലുള്ള റിപ്പോർട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ബാറ്ററി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അടുത്ത് നമുക്ക് ഡിവൈസ് സ്റ്റാറ്റസ്. ഇപ്പോൾ ഡിവൈസുകൾ നമ്മൾ എന്തൊക്കെ ഡിവൈസുകളോട് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിലുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഗേറ്റ് വേ യൂസ് ചെയ്തിട്ടുണ്ട്, 2 ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു കൺട്രോളർ യൂസ് ചെയ്തിട്ടുണ്ട്, 24 മൈക്രോസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിസ്റ്റം കൺട്രോളർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാറണ്ടി, ഇപ്പോൾ പല ബ്രാൻഡുകളുടെയും വാറണ്ടി കാര്യങ്ങളൊക്കെ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എത്ര കാലമായി ഇത് വെച്ചു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം ഇതിന് വാറണ്ടി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ഡിവൈസിൻ്റെ വാറണ്ടി ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടിയിട്ട് വേറെ പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻഫേസിൻ്റെ മറ്റൊരു വലിയ ബെനിഫിറ്റ്. ഇനി നമുക്ക് ബാറ്ററിയുടെ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. ബാറ്ററി ഡീറ്റെയിൽസ് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ എത്ര ബാറ്ററി ആക്റ്റീവ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര മൈക്രോസ്, ഓരോ ബാറ്ററിയിലും 6 മൈക്രോ വീതമാണ് 6 സ്റ്റേജ് ചാർജിങ് ആണ്. അപ്പോൾ ഒരു മൈക്രോ കംപ്ലൈൻറ്റ് ആയാലും നമ്മുടെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. 5 മൈക്രോയിലെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിൽ 6 ബാറ്ററി 6 മൈക്രോ വെച്ചിട്ട് 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ അങ്ങനെ 12 മൈക്രോസ് ഇതിൽ വെച്ചിട്ടാണ് ഇതിൽ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട്, ഇതിനുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ, ബാറ്ററിയുടെ സ്റ്റാറ്റസ്, ഇപ്പോൾ ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ 75 to 100% ഉള്ളതാണ്. അങ്ങനെയെല്ലാം എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ കാണാം. പിന്നെ ഒരു ബാറ്ററിയുടെ വാറണ്ടി നമുക്ക് എടുത്ത് നോക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് എത്ര കാലമാണ് ഇതിൻ്റെ വാറണ്ടി, എത്ര ഡിസ്ചാർജ് ആയി, നമ്മളൊരു സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ നോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സൈക്കിൾ കാണാം. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ വാറണ്ടി ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇൻസ്റ്റാളേഷന്. അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 71 സൈക്കിളേ ആയിട്ടുള്ളൂ. ഇത് നമുക്ക് വാറണ്ടി വരുന്നത് 15 years ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്റ്റാർട്ട് ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അന്ന് മുതൽ നോക്കി കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷൻ നോക്കി കഴിഞ്ഞാൽ 71 സൈക്കിളേ ആകെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 15 വർഷം എന്നുള്ളത് ഏകദേശം 20 വർഷം റൺ ചെയ്താലും സിസ്റ്റത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ലിമിറ്റഡ് ആണ്, 6000 സൈക്കിളേ കിട്ടുള്ളൂ. പക്ഷേ 15 വർഷം അല്ലെങ്കിൽ 6000 സൈക്കിൾ കിട്ടും. അപ്പോൾ 15 വർഷം കഴിഞ്ഞാൽ വാറണ്ടി കഴിയും. പക്ഷേ നമുക്ക് അതിന് കൂടുതൽ ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ആ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാറ്ററിയുടെ ഡീറ്റെയിൽസിൽ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ മൈക്രോൻ്റെയും ഇതുപോലെ നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൃത്യം കാണാൻ പറ്റും. ഓരോ മൈക്രോൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഹെൽത്തി ആണോ അല്ലേ എന്നുള്ളത് കൃത്യമാണ് വരും. ഗ്രീൻ ആണെന്ന് വെച്ചാൽ ഹെൽത്തി ആണെന്ന് അർത്ഥം, റെഡ് ആണെന്ന് വെച്ചെങ്കിൽ എന്തോ എറർ ഉണ്ടെന്ന് അർത്ഥം. ഇനി അടുത്തത് നമുക്കിതിൽ തന്നെ നമുക്ക് ലൈവ് സ്റ്റാറ്റസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ അടുത്തൊരു സെറ്റിങ്സാണ് നമുക്ക് ബാറ്ററിയുടെ സെറ്റിങ്സിൽ കുറച്ച് കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സോളാറില്ല, മഴക്കാലമാണ്, ഇപ്പോൾ തീരെ സോളാർ പ്രൊഡക്ഷൻ ഇല്ല, ബാറ്ററി ചാർജ് ആവണില്ല എന്നുവെച്ചാൽ നമുക്കിവിടെ ചാർജ് ബാറ്ററി ഫ്രം ഗ്രിഡ് KSEB നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിവിടെ നിന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് KSEB നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതൊന്നും തന്നെ കസ്റ്റമർക്ക് തന്നെ സിമ്പിളായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. അടുത്തത് ബാറ്ററി ഷട്ട് ഡൗൺ ലെവൽ. അപ്പോൾ നമുക്ക് ബാറ്ററി എത്ര പെർസെൻറ്റേജിൽ ഷട്ട് ഡൗൺ ആവണം,
അപ്പോൾ ആ ഷട്ട് ഡൗൺ ആവുന്ന പെർസെൻറ്റേജ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഏറ്റവും കുറവിൽ വേണമെങ്കിൽ വെക്കാം, നമുക്ക് പ്രിഫറൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ബാഡ് വെതർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കൂട്ടിയിടുന്നതാണ് നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി മീൻസ് ഷട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ സൺലൈറ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി റീസ്റ്റാർട്ട് ആവാനുള്ള സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്ത് വെക്കുന്നത്. എല്ലാ ലിഥിയം അയൺ ബാറ്ററിക്കും ഇതുപോലെ ഒരു സെറ്റിങ്സ് നിർബന്ധമായിട്ടും വേണ്ടതാണ്. നമുക്ക് എൻ്റെ ബാറ്ററിനെ മാക്സിമം 0% ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാം. പക്ഷേ ഒരു റീസ്റ്റാർട്ട് കിട്ടി സൺലൈറ്റിൽ ചാർജ് ആവാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് നല്ലതാണ്. അപ്പോൾ അതിനുള്ളൊരു പെർസെൻറ്റേജ് നമ്മൾ എപ്പോഴും ഇട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ മിനിമൽ ബൈ ഡിഫോൾട്ട് നമുക്ക് 10% ആണ് ബൈ ഡിഫോൾട്ട് വരിക. നമുക്കത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണക്ടിവിറ്റി ഇപ്പോൾ നിലവിൽ ഇത് ഗ്രിഡ് ഓൺ ഗ്രിഡിലാണോ കിടക്കണേ, നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിന് വേണമെങ്കിൽ ഓഫ് ഗ്രിഡ് ആക്കിയിട്ട് ബാറ്ററിയിൽ നിന്ന് എണ്ണയിപ്പിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കൂടി ഉണ്ട്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബാറ്ററിയുടെ സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതാക്കാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമർക്ക് എങ്ങനെയാണ് ഏത് ടൈമിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഡാർക്ക് മോഡ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എല്ലാം ഫുൾ ഡാറ്റ നമുക്ക് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഫുൾ ഡാറ്റ നമുക്ക് ഇതിലുണ്ട്. അടുത്തതാണ് സപ്പോർട്ട്. സപ്പോർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയായിട്ട് കണക്ട് ചെയ്യാം. വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു കോൾ ബട്ടൺ കാണാം. ഈ കോൾ ബട്ടൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമുക്ക് വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് സപ്പോർട്ട് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ അയക്കണമെങ്കിൽ മെയിൽ അയക്കാം. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് സപ്പോർട്ട് സെൻറ്ററിലേക്ക് മെസ്സേജ് അയക്കാം, ചാറ്റ് ചെയ്യാം, മെയിൽ അയക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാളറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആരാണ് ഇൻസ്റ്റാളർ, സ്റ്റോറേജിൻ്റെ മെയിൻറ്റെയിനർ ആരാണ്, ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊന്നിൽ കൂടുതൽ മെയിൻറ്റെയിനറിനെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ് ഈ സിസ്റ്റത്തിൽ. അപ്പോൾ ഇത്രയും എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ലേ എൻഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈസ് ഒരു കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ അതിന് വെറുത്താണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആപ്പ് വേറെ ഒരു ബ്രാൻഡിലില്ല എന്നുള്ളത് ഞാൻ ചാലഞ്ച് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ അതിനും നല്ല ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ആപ്പ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പിട്ട വീഡിയോ കൃത്യമായിട്ട് എല്ലാവരും കണ്ടു. അപ്പോൾ കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തിട്ട് നല്ല കമൻസുകൾ ഇടുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക്